അനുകൂലമായ വിധിയായിരിക്കണം. ഇതിൻ്റെ ഒരു സമവാക്യം എങ്ങനെയാണ്? നമ്മൾ പറയുന്ന സമവാക്യം വളരെ സിമ്പിളായിട്ട് പറയാം. എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിരിക്കണം എന്നുള്ള നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്തയാണത്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10 സ്റ്റെപ്പാണ്. 10 സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പിൽ ഞാൻ നിങ്ങളുടെ വിജയം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 10 സ്റ്റെപ്പിൽ ഞാൻ പ്രാക്ടിക്കലാണ് പറയുന്നത്. 10 സ്റ്റെപ്പിൽ നിങ്ങളുടെ വിജയം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 1-ാമത്തെ സ്റ്റെപ്പ് കയറുന്നു, 2-ാമത്തെ സ്റ്റെപ്പ് കയറുന്നു, 3-ാമത്തെ സ്റ്റെപ്പ് കയറുന്നു. മിക്കവാറും 99% ആളുകളും 9 സ്റ്റെപ്പ് വരെ കയറി 10-ാമത്തേതിൽ ഇല്ല എന്ന് കരുതി താഴോട്ട് ഇറങ്ങിപ്പോരുന്നവരാണ് 99%. 10-ാമത്തേതിലുള്ള വിജയം ആസ്വദിക്കാനോ അനുഭവിക്കാനോ കഴിയാതെ ഇറങ്ങിപ്പോകുന്നവർ 9 സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. 9 സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. കാരണം താഴത്തെത്തുമ്പോൾ നിലം പതിക്കും. ആ നിലം പതിക്കുന്നതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ വിഷയം, നിരാശ. നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോകുക എന്നുള്ളത്. അത് 1-ാമത്തെ പ്രശ്നമായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ കാര്യം, ആരും പൂർണ്ണമായി എഫേർട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിൻ്റാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത്? അതൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണോ എഫേർട്ട് എടുക്കുന്നത്? അല്ല. ഇന്ത്യയിൽ ഒരു മിനിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണോ എഫേർട്ട് എടുക്കുന്നത്? എഫേർട്ട് എടുക്കുന്ന ആൾ ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ ആരാണെന്നാണ്. ഇവിടെ ഒരു വലിയ തെറ്റ് എല്ലാ ആളുകൾക്കും, എഫേർട്ട് എടുക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും നടക്കാത്ത കുറേ കാര്യങ്ങൾ വാരി വലിച്ച് നടത്താൻ ശ്രമിക്കും. എന്നിട്ട് വീണ്ടും നിരാശയിലേക്ക് വരും. നിരാശയിലൂടെ പിന്നെ അതെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്യപാനത്തിലേക്കും പുക വലിക്കുന്നതിലേക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആൽക്കഹോളിസം അല്ലെങ്കിൽ സ്മോക്കിങ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരു പറ്റം യുവാക്കളുടെ കൂട്ടമായി നമ്മൾ മാറും. ഒരു പറ്റം ആളുകളുടെ. ഇതാണ് ആദ്യത്തെ മറ്റൊരു പ്രശ്നം. അലികേറാമലയായ ഒരു സംഗതി ആഗ്രഹിച്ച് അതിന് എഫേർട്ട് എടുത്ത ആളാണോ? അതല്ല, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കി, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സംഗതി, ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ നല്ല ചിത്രകാരനാണ്. നിങ്ങൾക്ക് ചിത്രം വരച്ചുകൊണ്ട് ചിത്രത്തെ വിൽക്കാൻ കഴിയുമെന്ന, അല്ലെങ്കിൽ ആ ചിത്രത്തിലൂടെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുമെന്ന രീതിയിൽ നിങ്ങളത് ചിത്രത്തെ വിൽക്കാൻ ശ്രമിച്ച ആളാണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല്, എന്തെങ്കിലും തരത്തിലൊരു സ്കില്ലുണ്ടാവും ഒരാൾക്ക്, ആ സ്കില്ലിനെ വിൽക്കാൻ ശ്രമിച്ച ആളാണോ? അതല്ല, സ്വപ്നലോകത്തിലെ വേറെ ഒരു ആളായി മാറി ആ സ്വപ്നങ്ങൾ വിൽക്കാൻ ശ്രമിച്ച ആളാണോ? ഏതാണ് നിങ്ങളെടുത്ത എഫേർട്ട് എന്നാണ് ചോദ്യം.